കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് നമുക്കൊരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ്, വെജിറ്റബിളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റാകട്ടെ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള പൊടിയായി, വലിയ സവാള പൊടിയായി അരിഞ്ഞതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് വാടട്ടെ. ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുക്കാം. അതൊന്നും അധികം വേണ്ട, കുറേശ്ശെ മതി. അതൊന്ന് നല്ലോണം വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ഗ്രീൻ പീസ് ചെറുതായി പൊടിയായി അരിയണം. എന്നാലേ നമുക്കത് വേഗം പെട്ടെന്ന് ഇതിന്ന് വെന്ത് കിട്ടുള്ളൂ. അത് നല്ലോണം ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് കുറച്ച് ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ് തന്നെ ഇതുപോലെ ക്യാബേജും അത് മറ്റു വെജിറ്റബിൾസ് ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ആ വെജിറ്റബിൾസ് ഒന്ന് വേവും വേണം. ഒന്ന് നല്ലോണം ഒന്ന് വാടി പാകമായിട്ട് വരട്ടെ. അതൊന്ന് നമുക്ക് മൂടിയിട്ട് വേവിക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി, ഒക്കെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് എരിവിന്, അപ്പോൾ അതൊന്നും അധികം വേണ്ട. ഒരു കളറ്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. ഈ വെജിറ്റബിളിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഇതായി. ഇനി ഇത് 2 പോർഷനാക്കാം. ഞാൻ 2 തരത്തിലാണ് കാണിക്കുന്നത്. ഇതൊന്ന് പകുതി നമുക്ക് എടുത്ത് ഇതൊന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പകുതിയിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. ഇനി നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ട് ഇനി നമുക്ക് ഒന്ന് ഇത് മുക്കിയിട്ട് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ചേർത്താലും മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി, അധികം ആവരുത്. ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ചെറിയൊരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ലേശം.
നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിനാക്കി എടുക്കണം. ഒന്നിച്ചൊഴിക്കണ്ട, കുറേശ്ശെ ഒഴിക്കാം. ഇത് നല്ലോണം ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ബ്രെഡ് നമുക്കതിൽ മുക്കാൻ പറ്റണം. ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ബ്രെഡൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതേപോലെ ഒന്ന് ക്രോസാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. വലിയ സ്ലൈസ് ബ്രെഡാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിപ്പത്തിൽ കിട്ടും. ഇത് സാധാരണ സ്ലൈസ് ബ്രെഡാണ്. നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ കഷ്ണം ഇതേപോലെ വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കാം. ഇനി നമുക്കത് അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ഒന്ന് അങ്ങനെ ഇതായിട്ട് സ്ലൈസ് ചെയ്യാതെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതേപോലെ നമുക്ക് ഒരെണ്ണത്തിൽ ഇതേപോലെ നല്ലോണം പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ വയ്ക്കാം. നമുക്ക് ഒരെണ്ണം ഇങ്ങനെയും ഉണ്ടാക്കാം. എന്നിട്ട് നല്ലോണം നമുക്കത് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഞാനെല്ലാം സ്ലൈസ് ചെയ്തതും ഇതേപോലെ എല്ലാം ഞാനൊന്ന് ആ മസാലയൊക്കെ വെച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നമ്മൾ ഈ കൂട്ടിലേക്ക് നമുക്ക് മുക്കി എടുക്കാം. നമുക്ക് ആദ്യം ഓരോ അരികുകൾ നമുക്ക്, അപ്പോൾ അതവിടെ കിടന്നോളും, ആ മസാല പോവില്ല. നമുക്കത് ഇങ്ങനെ മുക്കി ചൂടായ എണ്ണ ഒഴിച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. നമുക്കതൊന്ന് മറിച്ചെടുക്കാം. ബ്രെഡ് നമുക്ക് വേഗം തന്നെ മുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൊട്ടിപ്പോവും. ഇതേപോലെ ബ്രെഡല്ലേ, പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വേഗം മുക്കിയെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ ബ്രെഡല്ലേ വേഗമാവും, മസാലയും ഒക്കെ ആയതാണ്. അത് കോരി മാറ്റാം. നമുക്ക് ആ വലിയ സ്ലൈസ് ബ്രെഡും കൂടി അങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും അങ്ങനെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ഈ 2 ബ്രെഡ് വയ്ക്കുക. നമ്മളൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കണം. എന്നിട്ട് അത് ബ്രെഡ് വെച്ച് അതൊന്ന്, ഇത് ചെറിയ ബ്രെഡായ കാരണമാണ്, ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചപ്പാത്തി പ്രസ്സറുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് അത് വെച്ച് അമർത്തിയെടുക്കുക. നല്ലോണം അത് അമർത്തി മുറിച്ചെടുക്കുക. നമ്മളതെല്ലാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പ്രസ് ചെയ്ത് മുറിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും.
ഇനി നമുക്കത് 2 കോഴിമുട്ട ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് നമ്മൾ ഇതാക്കിയത് നമ്മളൊന്ന് ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മളതിൻ്റെ അരികെല്ലാം എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിലേക്ക് ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇവിടെ സൈഡൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ എല്ലാം അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ആ വറുത്ത് കോരിയ ബ്രെഡിലേക്ക് തന്നെ നമുക്കിതുപോലെ അത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ബ്രെഡൊക്കെ. അത് നല്ലോണം ഒന്ന് ഒരിച്ചെടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നൊന്ന് മുറിച്ചെടുക്കണം. കത്തി കൊണ്ട് പതുക്കെ നല്ല മൂർച്ചുള്ള കത്തി എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പോക്കറ്റ് കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയിരുന്ന കുറച്ച് വെജിറ്റബിൾ നമ്മൾ മാറ്റി വെച്ചിരുന്നു. ആ വെജിറ്റബിൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതേപോലെ ഓരോ പോക്കറ്റ് എടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല മെല്ലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവർക്ക് മുട്ട ചേർക്കാത്ത മയോണൈസ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പോക്കറ്റും ഇതേപോലെ നിറച്ചെടുക്കാം. ഇതൊന്ന് പതുക്കെ വിടർത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വെജിറ്റബിൾ പോക്കറ്റും റെഡി ആയിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡ്സും നമ്മൾ ഫില്ല് ചെയ്തു. ബ്രെഡ് നമ്മൾ മുക്കിപ്പൊരിച്ചു. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ബ്രെഡ് കൊണ്ട് അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിളിൻ്റെ കൂടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് അതിൽ മയോണൈസ് ചേർത്ത് നമ്മൾ ഈ പോക്കറ്റ് ഷവർമയാക്കി എടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് ഇതിപ്പോൾ നമ്മൾ വെറും വെജിറ്റബിൾസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ നോമ്പ് കാലത്ത് എല്ലാവരും ഇങ്ങനത്തെ ഒന്ന് സ്നാക്സുകൾ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.